ഹലോ, ഞാൻ സുനി സജയ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകട്ടെ. ഇത് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് തരാമെന്ന് പറഞ്ഞേക്കണ ഒരേ ഒരു ദൈവമുള്ളൂ, യേശു ക്രിസ്തു. ഒരേ ഒരു ദൈവം പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വഴി കാണിച്ചു തരാം. പിതാവായ ദൈവത്തിയിട്ട് ഞാനാണ് വഴിയും സത്യവും ജീവനെന്ന് ലോകത്തിൽ ധൈര്യസമേതം പറഞ്ഞേക്കണ ഒരേ ഒരു ദൈവമുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ആ ദൈവം എന്നാന്ന് നമ്മളോട് ലോകത്തിന് വെളിപ്പെടുത്തിയ ആളാണ് യേശു ക്രിസ്തു. അല്ലാണ്ട് ക്രിസ്ത്യാനിയുടെ ദൈവം എന്ന് പറഞ്ഞ് കളിയാക്കരുത് കേട്ടോ. യെശയ്യ 45:4 പറയുക, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്നെ അറിയാതിരിക്കുക. ഇതെനിക്ക് ഭയങ്കര സ്വീറ്റാട്ടോ. നമ്മൾ അറിയാത്ത നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ആമേൻ. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൽ ഇത് പറയുതേ, സ്മിത പറയുതേ, ഈ ഓമനപ്പേരെന്നാന്ന് ചെല്ലണ വഴിയെ ചോദിക്കണമെന്ന് ദൈവത്തിനോടെ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ആ ഓമനപ്പേര് ഇങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കുമായിരിക്കും, നമ്മളെ കെട്ടിപ്പിടിക്കാനേ. അപ്പം നമ്മളങ്ങ് ചെല്ലുമ്പോൾ ഒരു ഭൂമിയിലെ വാസമൊക്കെ കഴിഞ്ഞ് ദൈവത്തേട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ, അപ്പം നമ്മളെ ആ ഓമനപ്പേര് ചൊല്ലി വിളിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇപ്പം നമ്മൾ ജഡത്തിലും ഭൂമിയിലല്ലേ. അപ്പം ആ ഓമനപ്പേര്, ഈ ഓമനപ്പേര്, അയ്യോ ഇതെപ്പോഴും എന്നെ വിളിക്കണം. അപ്പം ഇനി നമ്മുടെ അത് മനസ്സിലാകും നമുക്ക്. ആ ഓമനപ്പേര് നമ്മൾ ചൊല്ലി വിളിക്കണം. ഓമനപ്പേര് എന്നാന്നറിയാൻ എല്ലാവർക്കും സെപ്പറേറ്റ് ഓമനപ്പേരായിരിക്കും. ഈ ഭൂമിയിലെ ഒരു മരത്തിലെ 5000 ഇലയുണ്ടെങ്കിൽ ഓരോ ഇലയ്ക്ക് ഓരോ സെല്ലാന്ന് പറഞ്ഞാൽ ഇത് ഒരു ഭൂമിയിൽ ആർക്കും വേറെ ഇല്ലെന്ന് പറയുമ്പോൾ അതുപോലെ ഓമനപ്പേരും അതായിരിക്കും. എനിക്ക് പറഞ്ഞ ഓമനപ്പേരായിരിക്കില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും. എന്ത് രസമല്ലേ ദൈവത്തിൻ്റെ കാര്യം. അപ്പോൾ ആ ദൈവത്തിനെ എത്ര സ്തുതിച്ച് ആരാധിക്കണം. ഈ ദൈവം പറയണ ഈ വചനാണ് ദൈവം. അല്ലാണ്ട് നമ്മളിങ്ങനെ ഒരേ അടുത്ത് ചെന്നു, ഞാനിപ്പോൾ ക്രിസ്ത്യാനിയായത് കാരണം അങ്ങനെ പറയാം കേട്ടോ. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. ഒരു കാര്യം കുറേ ആ പള്ളിയിൽ ഞാൻ കോതമംഗലം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, അവിടെ തിരികെത്തിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറവം പള്ളിയിൽ പോകും, അവിടെ തിരികെത്തിക്കുക. ഈ 2 പള്ളിയാട്ടോ മാറിക്കാൻ. അങ്ങനെ അവിടെ ഒന്നും പോയി പ്രാർത്ഥിച്ചാൽ ഈ ദൈവത്തിൻ്റെ അങ്ങനെയല്ല. അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കാര്യം നടക്കും. എന്താണെന്ന് പറയട്ടെ, ഞാൻ ചങ്കുരുകി പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ കയറി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുപടി തന്നെയായിരിക്കും. അല്ലാണ്ട് ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടല്ല. എൻ്റെ ഹൃദയത്തെ കാണുമ്പോൾ ഞാൻ ആത്മാവിലായി പ്രാർത്ഥിക്കുമ്പോഴാണ് കാര്യം നടക്കുന്നത്. വചനാണ് ദൈവം. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെ വചനത്തിൽ കൂടിയാണ്. എപ്പോഴും ഓർക്കണം കേട്ടോ, വചനാണ് ദൈവം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അവൻ മുഖാന്തരം സകലതും ഉളവായി. വചനം മുഖാന്തരം നമ്മളിൽ ഓരോന്നും ഉണ്ടാകണതും ഇല്ലാത്തതിനും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതിൻ്റെ വചനം നമ്മളിൽ വസിക്കട്ടെ. ആമേൻ. ഇത് നിങ്ങൾ കോട്ടണിലും അല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് അവർ ക്രിസ്പി സിൽക്കിലാക്കിയേക്കും കേട്ടോ. ക്രിസ്പി സിൽക്കിൽ. അപ്പം നമുക്ക് ഫങ്ഷൻ വെയറിനൊക്കെ ഇടാം. ക്രിസ്പി സിൽക്കിൽ ഇത് വന്നേക്കുവാണ്. 1999 ക്രിസ്പി സിൽക്കിലെ ക്രോഷിയോയിൽ ഇത് വന്നേക്കും. ഇത് കണ്ടോ, സിൽക്ക് മെറ്റീരിയലിൽ. ഇവിടെ ഒരു സെറി വർക്കുണ്ട്. അതിൻ്റെ ഇപ്പുറേ ക്രോഷിയോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ക്രോഷിയോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ക്രോഷിയോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണിത്, സൂപ്പറാണ്. പെട്ടെന്ന് എടുത്തോ. ആദ്യമായിട്ട് നമ്മൾ കാണിക്കണേ, നമുക്കിത് ആദ്യമായിട്ടാണ് വന്നേക്കണേ. അത് കാരണം പെട്ടെന്ന് തീരും കേട്ടോ. മജന്തയില്, ഇത് ലൈലാക്കില്, നമുക്ക് ആ കോട്ടണിൽ വന്ന എല്ലാ കളർ ചാർട്ടും അങ്ങനെ തന്നെ കൊടുത്തേക്കും. ഇത് സിൽക്കി വന്നപ്പോൾ നമുക്ക് ഫങ്ഷനൊക്കെ കൊടുക്കാൻ. ഇപ്പോൾ ഫങ്ഷനൊക്കെ ഇങ്ങനെ പണ്ടത്തെ കാലത്തെ ആ സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ ഒരു പുതിയ അപ്ഡേഷനുകളൊക്കെ കൊടുക്കുമ്പോഴായിരിക്കും ഏറ്റവും രസം. നീക്കി വയ്ക്കുന്നത് പല്ല് കറക്റ്റ്. അപ്പം നമുക്കിനി സാരി ഉടുത്തതൂടെ ഇത് ഉടുത്താൽ എങ്ങനെ ഇരിക്കുമെന്നൂടെ നോക്കിയാലോ.
അടിപൊളി ഒരു സാരി ആട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം നമുക്കൊരു ഷോള് വന്നു, എല്ലാവരും ഭയങ്കര എൻക്വയറി ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അതിൻ്റെ സാരി കിട്ടുമായിരുന്നു, എന്ത് രസമായിരുന്നു. ഞാൻ ഈ സാരിയുടെ മെറ്റീരിയൽ ഇപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്തെ ശ്രദ്ധിച്ച ആ സെയിം സെറി വർക്ക് ആട്ടോ. ഇതിൻ്റെ ആദ്യം ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല രസമായിരുന്നു ബൊമ്മേനെ. പക്ഷെ വിലയൊക്കെ 2000 എബവ് ആയത് കാരണം ഞാൻ അന്ന് എടുക്കാണ്ടിരുന്നത്. ഈ സെറി വർക്കുള്ള സാരി ഡാർക്ക് കളറിൽ നല്ല രസമായിരുന്നു കിടക്കണ കാണാൻ, ആ ഷോള് പോലെ. അപ്പോൾ അതിന് ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അത് കാരണം എടുക്കാത്ത. ഇതിനിപ്പോൾ 1099 രൂപയുള്ളൂ. ഇതിങ്ങനെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസോ സെയിം ബ്ലൗസ് പീസോ ഒക്കെ ഇടാട്ടോ. ഇതൊരു റണ്ണിങ് മെറ്റീരിയൽ പോലെ വന്നേക്കണം. നമുക്ക് വേണമെങ്കിൽ ടാസിൽസ് ഒക്കെ പിടിപ്പിക്കാം. സെയിം തന്നെയായിരിക്കും ബ്ലൗസ് പീസും വന്നേക്കണത്. പക്ഷെ ഇതിങ്ങനെയാണ്, പ്രത്യേകിച്ച് മുന്താണിയോ അങ്ങനെ ഒന്നുമില്ല. ഇതിൻ്റെ റണ്ണിങ്ങൊന്നും നമുക്ക് കിട്ടി തുടങ്ങിയില്ല. ആദ്യം ഒരു സാരിയൊക്കെ അടിച്ച് കുറേ വിറ്റിട്ടായിരിക്കും റണ്ണിങ് വരുള്ളൂ. ആ ഇങ്ങനെ വേഗമേ ഇങ്ങനെ കാണിക്കണോ? ഉടുപ്പിക്കണ കാണിക്കണ്ട, ഉടുപ്പിക്കണ കാണിക്കാം. നല്ല കളേഴ്സാട്ടോ, പെട്ടെന്ന് തീരൂട്ടോ. ഇത് നമുക്ക് ഹാഫ് സാരിയും സ്കേർട്ടും ആക്കാം, കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടാൽ മതി. അടിപൊളിയായിരിക്കില്ലേ? ഇത് സാരി ആയിട്ട് ഉടുത്തു കഴിഞ്ഞിട്ട് നെയ്യപ്പം തിന്നാ രണ്ടുണ്ട് കാര്യം. ചിലപ്പോൾ വെബ്സൈറ്റിൽ ഉടുപ്പിക്കണ ഫോട്ടോ ആണോ വെച്ചിരുന്നേ? ഇതാണോ ഞാൻ പിടിച്ചോണ്ടിരിക്കണാണ് ഇറങ്ങേ? പൊടി മറ്റൊന്നില്ല, നല്ല കഷ്ടപ്പാടുമായിരിക്കും. 1099 50 1099. ഇത് ഇനിയുണ്ട് കളേഴ്സ്, അടിപൊളിയാട്ടോ. വിലയില്ലാണ്ട് ഷൈൻ ചെയ്യാൻ അടിപൊളി കളേഴ്സ്. ഓ നമുക്ക് എല്ലാം ഏത് കളറും രസമാട്ടോ. നിങ്ങൾക്ക് ഇല്ലാത്ത കളറും ഒക്കെ എടുത്താൽ മതി. ഈ വിലക്കൊക്കെ ഇത് സൂപ്പർ ഹിറ്റാ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിച്ചത്. സിൽക്കി കോട്ടയിൽ സൂപ്പർ ഒരു എംബ്രോയ്ഡറിയുടെ സാരി, അടിപൊളി. ഉള്ളും ഉണ്ട് കേട്ടോ, അവിടെയുണ്ട് നല്ല രീതിയിൽ. എന്നാ വില? 1499 ഉള്ളൂ കേട്ടോ. ഈ സിൽക്കി കോട്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വശം കയറുന്നതല്ല കേട്ടോ. പക്ഷെ ഇവിടെ നല്ല സ്റ്റഫിലാട്ടോ ഈ വർക്കൊക്കെ വന്നേക്കണേ. നമ്മൾ മറ്റേ ഒരു അവശത പിടിച്ച സിൽക്കി കോട്ട ഒരിടയ്ക്ക് വന്നായിരുന്നു. അതല്ല, ഇച്ചിരി കൂടിയതാണ്. ചുരിദാറൊക്കെ വരുന്നത് ഇപ്പോൾ ഈ മെറ്റീരിയലിൽ വരുന്നുണ്ട്. പക്ഷേ ഇച്ചിരി നല്ല മെറ്റീരിയൽ ഇത്. അപ്പോൾ അതേ ഇങ്ങനെ ചുറ്റും അങ്ങ് മൊത്തം ഉണ്ട് കേട്ടോ. ബ്ലൗസ് പീസിന് നല്ല പ്രത്യേകതയുണ്ടോ? പ്ലെയിൻ ബ്ലൗസ് പീസുമാണേ. അപ്പോൾ 1499 ആണ്. നല്ലതാട്ടോ. നമുക്കൊരു പ്രസൻറ്റ് കൊടുക്കാനോ നമുക്ക് കൊടുക്കാനോ സാരിയിൽ. കോട്ട സാരി എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഫാഷനും പോകില്ല, എവർഗ്രീനാണ്. നല്ല കളർ ചാർട്ട്, അടിപൊളി ചാർട്ടാണ്. സൂപ്പർ ഹിറ്റാണ്, സൂപ്പർ ഹിറ്റാണ്. പെട്ടെന്ന് എടുത്തു. നല്ല കളർ ചാർട്ടല്ലേ? അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് കോട്ടൺ ഗഡ്വാൾ സാരി. ഇതിനു മുമ്പ് നമ്മൾ ഒരെണ്ണം കാണിച്ചു, ഒത്തിരി പേരുടെ ഓർഡർ എഴുതി വെച്ചിട്ടുണ്ട്. സാധനം വന്നിട്ടില്ല, സിൽക്കിൻ്റെ വന്നപ്പോൾ. ഇത് കോട്ടൺ സെയിം സാധനം. വീവിങ് ഇത് ത്രെഡ് വീവിങ് ആണ്. ഉള്ളിൽ ചെക്ക് ഡിസൈനും എല്ലാം സെയിം. മെറ്റീരിയൽ കോട്ടൺ അല്ലേ? കോട്ടൺ ഗഡ്വാൾ സാരിയാണ്.
അതിൻ്റെ ബ്ലൗസ് പീസ് വന്നത് സെയിം റണ്ണിങ് ആട്ടോ വന്നെ. അപ്പോൾ നിങ്ങൾ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസൊക്കെ ഇട്ടാൽ മതി. വലിയ വിലയില്ല കേട്ടോ, 1199 ഉള്ളൂ കേട്ടോ. നല്ല നല്ല ബോർഡർ, നല്ല വീവിങ്ങും, നല്ല സാരി, അടിപൊളി നല്ല സൂപ്പർ സാരി. ഇങ്ങനെ ഈ കോട്ടൺ ഇങ്ങനത്തെ സാരിയുടെ ക്രേസ് ഉള്ളവർക്ക് ഒത്തിരി നല്ല വീവിങ് ഒക്കെ ഇങ്ങനെ ത്രെഡ് വീവിങ് ആയത് കാരണേ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാണ്ട് ഫോട്ടോ എടുക്കുക. സ്വപ്നമൊക്കെ കണ്ട് നാടോടൊക്കെ നോക്കിയിരിക്കുക, ഫോട്ടോ എടുക്കണം. ആഷ് നല്ല കളർ കോമ്പിനേഷനും, കൊടുത്താലും നല്ലതായിരിക്കും. ഈ കളറൊക്കെ ബ്ലൗസൊക്കെ ഇങ്ങിട്ട് നിങ്ങൾക്ക് ഉള്ള കളർ നോക്കി ബ്ലൗസ് നോക്കി എടുത്താൽ മതി. സത്യത്തിൽ നല്ല എല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. ഇതൊക്കെ സാമ്പിൾ പീസ് വന്നാട്ടോ, മറ്റതൊക്കെ ചോദിച്ചിട്ട് ഒന്നും റീസ്റ്റോക്കില്ല, എല്ലാം സാമ്പിളാണ്. അപ്പോൾ ഇതൊക്കെ ഇനി അവർ ഇതിൻ്റെ ഒത്തിരി എൻക്വയറി അനുസരിച്ച് അവർ വരുത്തുള്ളൂ. മറ്റേ സിൽക്ക് ഗഡ്വാൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതും എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്കത് ഓർഡർ ചെയ്യാം. അപ്പോൾ കുറച്ചേ ഉള്ളൂ, അത് കാരണം നിങ്ങൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിലും വാട്സപ്പ് കോൾ വിളിക്കുക. ജാംദാനി ടെസറിൻ്റെ അടിപൊളി സാരി 990 ഉള്ളൂ കേട്ടോ. ജാംദാനി ശരിക്കും ഒറിജിനൽ ടെസർ പോലെ ഇരിക്കണം കേട്ടോ. അതേ ഇങ്ങോട്ട് നോക്കിക്കാൻ മെറ്റീരിയൽ വെള്ളം അടിക്കില്ല, ശരിക്കും ആ ടെസർ പോലെ. ഉടുക്കാനും നല്ല സുഖം. ബ്ലൗസ് പീസ് ഇത് ഇങ്ങനെ. ഇപ്പം എൻ്റെ അമ്മയെ ആ ഒറിജിനൽ സിൽക്കിൽ എങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടോ അതെല്ലാം അവർ ഇതിലും കോപ്പി അടിച്ചിട്ടുണ്ട്. ഇവിടെ സെറി വർക്ക് കൊടുത്ത് അതേ ഇങ്ങനെ ബുട്ട ഡിസൈനും. സാരി ഓവറോൾ ഈ ഇങ്ങനെ വീവിങ് ഉണ്ട് കേട്ടോ, ഓവറോൾ ഉണ്ട്. അത് ബ്ലൗസ് പീസാട്ടോ ലാസ്റ്റ് തന്നെ. എല്ലായിടവും ഇങ്ങനെയുണ്ട്. നല്ലൊരു സാരി, ശരിക്കും ഒറിജിനൽ ടെസറാന്ന് തോന്നുന്നു കേട്ടോ. നല്ല സാരി 990. ഇപ്പം വില കുറയുമ്പോഴാന്ന് തോന്നുന്നു കൂടുതൽ ഭംഗി, നല്ല മെറ്റീരിയലും അതിൻ്റെ സെലക്ഷൻ കൂടുതൽ തന്നെ. എനിക്ക് വേണം മൂവിങ് കൂടുതൽ വില കുറയുമ്പോൾ ആയിരിക്കുമല്ലോ, അപ്പോൾ എനിക്ക് വേണം അതിൽ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യണമായിരിക്കും. ലൈലാക്ക് പീച്ച് ഗ്രീൻ പീച്ച്. ഞാൻ അങ്ങോട്ട് നോക്കി വീഡിയോ നോർത്തുകൊണ്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. ഫോട്ടോ അടിപൊളിയാണ്, എല്ലാ കളറും നല്ലതല്ലേ. കനയില്ല, നല്ലതാണ്. നമുക്ക് പ്രസൻറ്റ് കൊടുക്കാനും ഉടുക്കാനും കഴിവും ഒക്കെ ചെയ്യാം, ഒരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ പെട്ടെന്ന് എടുത്തോ, 990 ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുക്കല്ലേ, ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കാം. ജൂഡ് സാരി സെമിയുടെ വേറെ കളർ കോമ്പിനേഷൻ. ശരിക്കും ഭയങ്കര, എനിക്കിതിൻ്റെ ഈ ബോർഡറൊക്കെ കാണുമ്പോൾ എൻ്റെ ദൈവം എന്തോ ഒരു ഗ്ലാമറിലാണ്. കഴിഞ്ഞ ദിവസം വൈഡ് ബ്ലസ്സിയിൽ ഇങ്ങനെ ഈ പണ്ടത്തെ പട്ടുസാരിയുടെ പ്രദർശനമാണെന്നുള്ള വിരിപ്പാവ് സാരി കൊടുത്തുകൊണ്ട് ആനുവൽ ഡേക്ക് എല്ലാവരും. അപ്പോൾ ഈ ഇതുപോലെ തന്നെ കാഞ്ചീപുരത്തിൻ്റെ വീവിങ് എന്ത് രസമാണ്. മുന്താണിയൊക്കെ നിറച്ച് സെറി വർക്കായിരുന്നു കേട്ടോ. അതിന് ഇതിനൊക്കെ ഇത്രയും പല്ലുള്ളൂ, ഇത് മതിയല്ലോ. ബ്ലൗസ് പീസ് വന്നത് പ്ലെയിൻ ആണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഇത് മറിച്ചാട്ടിരിക്കണേ. അതിങ്ങനെ നല്ല രസം. എന്നെ വില ദൈവമേ, വില നമ്മുടേതാണ് 1199. കർത്താവേ, 2099 നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. സെയിം സാധനം. അവർ പറയും വ്യത്യാസം ഉണ്ടെന്ന്, കാരണം ഇവിടെ ഒത്തിരി വലിയ വ്യത്യാസമുണ്ടോ? വ്യത്യാസമൊന്നുമില്ല. ഇതെടുത്ത മനുഷ്യരിവിടെ ഉണ്ട് കല്യാണത്തിന് പോയി 2099
പക്ഷെ അന്നേ അപ്പം എൻ്റെ വിഷമം എന്ന് ഓർത്തുക, ഞാനിത് 15,000 രൂപയ്ക്ക് എടുത്തു. 2 ഒരെണ്ണം അല്ല. സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിന് ഒരെണ്ണം എടുത്തു, അല്ലാണ്ടും ഒരു നീല എടുത്തു, ഒരു ഫംഗ്ഷന് പോകാൻ. അപ്പം ഇതിങ്ങനെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 മാസം ആയപ്പോഴത്തേനും സെയിം ബ്ലൗസ് പീസ്, അതിൻ്റെയൊക്കെ ബ്ലൗസ് പീസ് ഇങ്ങനെയാ, സെയിം ബ്ലൗസ് പീസ് ഇത് ഇങ്ങനെ വന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യും, എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പം ഞാനും എന്ത് പറഞ്ഞ് ആശ്വസിക്കും, വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് ആശ്വസിക്കാം. നല്ലതാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുമ്പോൾ ചേട്ടാ കാഞ്ചീപുരത്തിൻ്റെ സെയിം ആ പണ്ടത്തെ ആ ട്രഡീഷണൽ കളർ കോമ്പിനേഷൻ ഇങ്ങനെ പക്കായിട്ട് ആ വീവിങ് ഒക്കെ എന്ത് രസകാര്യം. വില ചെയ്തോളെങ്കിലും ഞാൻ പറയണ കറക്റ്റ് അല്ലേ, വില കുറയും തോറും ഭംഗി കൂടുക. 1199 രൂപയേ ഉള്ളൂ. പക്ഷെ നമുക്കിവിടെ ഭയങ്കര ചിലവാട്ടോ. ഇത് നമുക്ക് റഫായിട്ട് കൈകാര്യം ചെയ്യാം, കഴുകാം, അങ്ങനെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ബ്ലൗസ് പീസ് എവിടെ ഉടുത്ത് ഇങ്ങനെ കണ്ടാലും ഒരു നല്ല ഭംഗിയായിരിക്കും. ഉടുത്ത ഈ വിലേനേക്കാളൊക്കെ ഒത്തിരി. പിന്നെ കുറേ ഉടുത്ത് കഴിയുമ്പോൾ ഹാഫ് സാരിയൊക്കെ ആക്കാം. സ്കേർട്ടും ബ്ലൗസും ഹാഫ് സാരി ഇങ്ങനെയൊക്കെ ആക്കാനും നമുക്ക് ഇത് പ്രയോജനപ്പെടും. എനിക്ക് പെങ്കൊച്ചില്ലാത്ത കാരണം ഞാൻ തന്നെ വെട്ടി ചുരിദാറൊക്കെ അടിക്കുമായിരുന്നു പണ്ടൊക്കെ. എൻ്റെ പൊന്നെ ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് അവരെല്ലാം കൂടെ എന്നെ ഓടിക്കുവാണ്, പിശുക്കാണെന്ന് ഓർത്തിയില്ല. ഇനി പിശുക്കിനെയൊക്കെ പള്ളേക്കളയും. എനിക്കും ഇപ്പം പിശുക്ക് ഇഷ്ടമല്ല. എനിക്ക് പിശുക്കാം, പക്ഷെ പിശുക്കരെ എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ പിശുക്ക് ഉപേക്ഷിക്കാമെന്ന് ഓർത്തു. 1199. നല്ല കളർ ചാർട്ടാട്ടോ. ഞാൻ കളറ് പറഞ്ഞിക്കാത്ത എങ്ങാനും തെറ്റിപ്പോയാലോ. സഫേറും പപ്പിളല്ലേ ലൈലാക്കി. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. എന്നാ വിശേഷം? ഞാനിപ്പോഴും കഴിഞ്ഞ ദിവസം ഇങ്ങനെ എൻ്റെ ചാച്ചൻ്റെ ചേട്ടൻ്റെ മോള് മരിച്ചതിൻ്റെ 40-ന് കോഴിക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറയതേ മരിച്ചു എന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെ അത് ഇച്ചിരി ഇങ്ങനെ ലീല ചേച്ചി ക്യാൻസർ വന്നിട്ടേ കൊറോണയ്ക്ക് മുമ്പായിരുന്നു. 2.5 വർഷം 3 വർഷം ആരോടും പറഞ്ഞില്ല. പെട്ടെന്ന് മരിച്ചു വെക്കുള്ളൂ എന്ന് ആർഷാത്തിൽ ധാരണ ഓർത്തെ. 3 വർഷം കഴിഞ്ഞാൽ പറഞ്ഞേ. പിന്നെ കീമൊന്നും ചെയ്യിച്ചില്ല. എന്നായാലും 5-6 വർഷം ജീവിച്ചു. ഇനി എൻ്റെ മക്കളെയൊക്കെ കണ്ടു. അങ്ങനെ 73 വയസ്സേ ഉള്ളൂ. ശരിക്കും അത് കീമയൊക്കെ ചെയ്തെങ്കിൽ ഒരു 80 വയസ്സ് വരെയൊക്കെ ഇരിക്കാമായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞ ഇച്ചിരി വലിവിൻ്റെ അസുഖം കൊണ്ട് കീമയൊക്കെ താങ്ങാൻ പറ്റൂല, ഇത്രയും മതി. ഇവിടെ ചിലരില്ലേ ഇവിടെ ജീവിച്ച് കൊതി മാറി, ഇനി എനിക്ക് ഏശപ്പയുടെ എടുത്തിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ, ലീല ചേച്ചി മരിച്ചു, അത് വേണ്ടെന്നേ. ഞാനിപ്പോൾ ഇങ്ങനെ പറയുള്ളൂ, ഏശപ്പയുടെ എടുത്തിട്ട് പോയി. അപ്പോൾ എന്തോ ഒരു പ്രത്യാശ ഹൃദയത്തിൽ വരിക. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാമല്ലോ, ഏശപ്പയുടെ എടുത്തിട്ട് മരിച്ചു എന്നുള്ള വാക്ക് ആത്മാവിലുള്ളവരെ പറയരുന്നല്ല പറഞ്ഞത്. യേശുരാൻ പറഞ്ഞില്ലേ ബൈബിളിൽ, മരിച്ചവരെ അടക്കട്ടെ. അവർക്ക് ആത്മാവില്ല, ദൈവാത്മാവില്ലാത്തവനെ മാത്രമാണ് മരിച്ചവർ എന്ന് പറയുള്ളൂ. നമ്മളൊക്കെ ദൈവാത്മാവ് വസിക്കുന്ന വിശുദ്ധ മന്ദിരങ്ങളല്ലേ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളല്ലേ. അപ്പോൾ ഈ ഓരോരുത്തരും മരിച്ചു എന്ന് അവർ യേശപ്പയുടെ എടുത്തിട്ട് പോയെന്ന് പറയുമ്പോൾ അത് തന്നെ സംഭവിക്കുകയും ചെയ്യും. നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രത്യാശ, സങ്കടമില്ല. എൻ്റെ ചാച്ചൻ മരിച്ചിട്ട് എനിക്ക് തോന്നുന്നു 2-3 വർഷമൊക്കെ എനിക്ക് തോന്നുന്നു. എനിക്ക് പള്ളിയിൽ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കുമെങ്കിൽ എനിക്ക് അങ്ങോട്ട് അങ്ങനെ തലയ്ക്കഭാഗത്ത് പോയി അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല. എൻ്റെ ചാച്ചനെ ഞാൻ മരിച്ചിട്ട് അധികം നോക്കൂല മരിച്ചവർ. എനിക്ക് അവർ ചിരിച്ചോണ്ട്, നമ്മളെ കാണുമ്പോൾ ചിരിച്ചോണ്ടൊരു വരവില്ലേ. എൻ്റെ ചാച്ചനെ ഇങ്ങനെ ഞാൻ വന്നെന്ന് പറഞ്ഞാൽ മാത്രം ചാച്ചൻ പെട്ടെന്ന് സ്പീഡിൽ മുറിയുന്ന പുറത്തായിട്ട് ഇറങ്ങോട്ടെ കാണാൻ വേണ്ടി. എനിക്കത് ഓർക്കുമ്പോൾ സങ്കടം വരിക. എൻ്റെ യേശപ്പ അങ്ങനെ ഭയങ്കര ദേഷ്യക്കാരനും എപ്പോഴും അടിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഞാൻ എപ്പോഴും ഓർക്കുക ചാച്ചനിങ്ങനെ ലിവർ സിറോസായിരുന്നു കേട്ടോ. ചാച്ചൻ കുടിക്കുമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അവസാനമൊക്കെ ആയപ്പോൾ ഡോക്ടർമാർ കുറച്ച് ചെയ്തൊന്നും ചെയ്യാനില്ല. അപ്പോൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി, നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലാണ്ടായപ്പോൾ ആശുപത്രി കൊണ്ടുവരാൻ പറഞ്ഞു. ആശുപത്രി കൊണ്ടുപോയി ലാസ്റ്റ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഏട്ടൻ മരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെ അധികം പോകില്ല ചാച്ചന് ആശുപത്രി ഇഷ്ടമല്ല. ICU കയറ്റി ഒഴിയെ ചാച്ചൻ പറഞ്ഞു.
ഇപ്പം എന്നെ ഡിസ്ചാർജ് ചെയ്തോളൂ എന്ന് പറഞ്ഞു വീട്ടിൽ. അപ്പോൾ ഡോക്ടറുമായിട്ട് വലിയ കമ്പനി, അപ്പോൾ ഡോക്ടർ പറഞ്ഞു AC റൂം എടുത്ത് ചാച്ചന് വരുന്നവരെല്ലാം കാണണം. അങ്ങനെ മിണ്ടി പറഞ്ഞാട്ടോ മരിച്ചത്. വേദനയും ദൈവം കൃപയാലുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചാച്ചന് വശം കെട്ടി എഴുന്നേക്കാൻ ബെഡി പറ്റൂലേലും ഞാൻ വന്നെന്നറിഞ്ഞ അപ്പം എഴുന്നേക്കും. അപ്പോൾ എല്ലാവരും ചാച്ചൻ ഇങ്ങനെ മയങ്ങി പോവുമെങ്കിൽ ഇതേ കുഞ്ഞോള് വന്നു എന്ന് പറഞ്ഞാൽ മതി. എന്നെ വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞോളെന്നാ. ഇതേ കുഞ്ഞോള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചാച്ചൻ എഴുന്നേക്കും. അവസാനം ചാച്ചൻ ബോധം കെട്ടുപോയി. അപ്പോൾ എല്ലാവരും വിളിക്കുക, കുഞ്ഞോള് വന്നു എഴുന്നേറ്റേ, കുഞ്ഞോള് വന്നു എഴുന്നേറ്റേ. എൻ്റെ ദൈവം, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമാട്ടോ, സങ്കടം. കാര്യം 72 വയസ്സായപ്പോഴാണ് മരിച്ചെങ്കിലും ഒരു സങ്കടം വരും. നമുക്ക് മരിക്കുമ്പോൾ ഒന്നും നമുക്ക് ആ സങ്കടം അറിയാൻ പാടില്ല. ഇപ്പോൾ ഓരോന്നൊക്കെ ഓർക്കുമ്പോൾ മറ്റേ നമ്മളെ കാണാൻ ഒരാൾ വീട്ടിൽ വെയിറ്റ് ചെയ്യുക, നമ്മളെ കാണുന്ന വഴി ഇറങ്ങി വരിക. ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ പാത്രം എല്ലാം തല്ലി പൊട്ടിക്കും. എപ്പോഴും ചാച്ചന് ഞാൻ വണ്ണം വെച്ചിരിക്കണം. എൻ്റെ ദൈവമേ, ക്ഷീണിച്ചിങ്ങനെ കൊള്ളില്ലാണ്ടൊക്കെ പോയി അപ്പം എന്താണെന്ന് കാര്യവും പറയില്ല. അടുക്കളയിലെ കഞ്ഞിയും കലവും എല്ലാം ആകാശമാർഗം പറക്കും. പിന്നീടാണ് അറിയണത് എനിക്ക് വണ്ണം കുറഞ്ഞതിൻ്റെയാണ്. ഏശപ്പ എനിക്ക് വയ്യ. അങ്ങനെയാണ് നോർപ്പെന്നാൽ ഒരു ടിന്ന് ഹോർലിക്സ് ഒരു കുറേ കാശ് തന്നാൽ നീ ബേക്കറി മേടിച്ച് വണ്ണം വെക്കുന്നു പറയുമൊന്നും ചെയ്യുമില്ല കേട്ടോ. വീട്ടിലെ പാത്രത്തിന് എണ്ണം പൊട്ടുമെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ നമ്മുടെ ചുമ്മാ ഇങ്ങനെ മധുരിക്കുന്ന ഓർമ്മകൾ പറഞ്ഞാൽ. അപ്പോൾ പിന്നെ വേറെ എന്നാ വിശേഷം? സ്കീം കൂടണം, ആരും മറക്കരുത്. എനിക്ക് ഈ വർഷം 1000 പേരെ കൂട്ടണം. ഞാൻ ഇന്നിപ്പോൾ വന്ന പിള്ളേർ, സ്കീം തീർന്ന് എടുക്കാൻ വന്ന പിള്ളേരോട് പറയുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, 1000 പേര് ഈ വർഷം കൂടണം. എന്നിട്ട് ഞാൻ മാർക്കറ്റിങ്ങിനൊന്നും പോകില്ല കേട്ടോ, ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും 1000 പേരെ കൂട്ടണം എന്ന്. അപ്പോൾ യേശപ്പാ സ്തോത്രം, ഇത് കേട്ടിട്ട് ആൾക്കാർ കൂടണുണ്ട് കേട്ടോ. അപ്പോൾ 500 ആയി. ഇനിയും കിടക്കും ഒരു 500. 6 മാസമേ ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് ഉത്സാഹിച്ചാൽ 6 5 മാസമേ ഉള്ളൂ. നിങ്ങളൊന്ന് ഉത്സാഹിച്ചാൽ എനിക്ക് 1000 പേരെ തയ്ക്കാൻ പാടില്ലേ. നിങ്ങൾക്ക് സ്വർണവും കിട്ടും. 2 വർഷം ഹോൾഡ് ചെയ്താൽ ഇരട്ടി കാശുമാകും. അപ്പോൾ പെട്ടെന്ന് സ്കീമിൻ്റെ കാര്യത്തിന് എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. എല്ലാവരും പറഞ്ഞുകൊണ്ട് എൻ്റെ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ലെന്ന്, വാട്സപ്പിൽ വിളിച്ചാലേ കിട്ടുള്ളൂ. ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാരണമാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. അല്ലെങ്കിൽ ഈ പിള്ളേർ ഏതെങ്കിലും നമ്പറിൽ വാട്സപ്പ് കോൾ വിളിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഹെയർ ചെയ്യാനായാലും ഒക്കെ ആയാലും വാട്സപ്പ് കോൾ വിളിക്കണേ. എന്നെ വിളിച്ചാൽ കിട്ടാത്തതിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ എപ്പോഴും അവൈലബിൾ ആട്ടോ. എനിക്ക് വലിയ ബിസി ആളൊന്നുമല്ല, എനിക്ക് ഫോൺ വിളിയും ഇതൊക്കെ ഇഷ്ടം. അപ്പോൾ എല്ലാവരെയും ശമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.